പറയുന്നത് ഒരു വലിയ കാലയളവ് തന്നെയാണ്. ഒരു തലമുറ മാറ്റം തീർച്ചയായും സംഭവിച്ചു കഴിഞ്ഞ ഒരു കാലം തന്നെയാണ്. എന്നിട്ടും നമ്മളുടെ എല്ലാ മനസ്സിൽ ഇന്നും ഭരതൻ എന്തായിരുന്നുവോ അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ കാലത്തിന് മായ്ച്ചു കളയാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ സർഗവൈഭവം കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ചതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാർ വളരെ അപൂർവമായിട്ടുണ്ട്. ഒരു പക്ഷേ ചലച്ചിത്ര മേഖലയിൽ ഒരു വസന്തത്തിൻ്റെ കാര്യം ഇവിടെ സുരേന്ദ്രൻ സൂചിപ്പിച്ചു. അതുതന്നെയാണ് പത്മരാജനും ഭരതനും ഒക്കെ നമുക്ക് സമ്മാനിച്ച ആ കാലം. മലയാള സിനിമയുടെ സുവർണ്ണ കാലം എന്ന് എപ്പോഴും പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഭരതനും പത്മരാജനും കെ ജി ജോർജും മോഹനും അടങ്ങുന്ന ഒരു പ്രത്യേക ഒരു ക്ലാസ്സിലുള്ള സിനിമകൾ ചെയ്യുന്ന മധ്യവർത്തി സിനിമ എന്ന് പറഞ്ഞിരുന്ന ഒരു ചലച്ചിത്ര ഒരു വസന്തം തന്നെ തീർത്ത ഒരു കാലഘട്ടമായിരുന്നു. അതിൽ മോഹിച്ച് വിസ്മയിച്ചിട്ട് തന്നെയാണ് ഞാനും ജയരാജും പോലുള്ളവരൊക്കെ തന്നെ സിനിമയിലേക്ക് കടന്നു വരുന്നതും ഭരതേട്ടനെ പോലുള്ളവരുടെയൊക്കെ ശിക്ഷത്വം സ്വീകരിക്കുന്നു. അത് നമ്മുടെയൊക്കെ ഒരു ആത്മസംതൃപ്തി അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഒരു പക്ഷേ ഞങ്ങൾ എന്താണെന്ന് അടയാളപ്പെടുത്താൻ അവരെയൊക്കെ സത്യത്തിൽ നമ്മളെയൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഒപ്പം ആ പേര് ഇന്നും ഞങ്ങൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്.